ഹലോ നമസ്കാരം. റൈറ്റ് ബോർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിന് സമാസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാം. സമാസ് के छह भेद होता है. സമാസിന് कितना भेद होता है? छह. 6 ഭേദങ്ങളുണ്ട്. ഫസ്റ്റ് വൺ അവ്യയഭാവ സമാസ്, തത്പുരുഷ സമാസ്, കർമ്മധാരയ സമാസ്, ദ്വിഗു സമാസ്, ദ്വന്ദ്വ സമാസ്, ബഹുവിഗ്രഹ സമാസ്. അതിലെ ആദ്യ പാർട്ടായ അവ്യയഭാവ സമാസ് നമുക്ക് പഠിച്ചു തുടങ്ങാം. जिस समास में पहला खंड या पूर्वपद जो प्रायः अव्यय होता है और प्रधान होता है उसे अव्ययी भाव समास कहते हैं. അപ്പോൾ ഈ സമാസം എന്ന് പറയുന്നത് പഹലാഖണ്ഡ് എന്ന് പറയുന്നത് പൂർവ്വപദം, പ്രായः അവ്യയ ഹോത്തെ. ഇതിൻ്റെ ഈ സമാസിൻ്റെ ആദ്യ പൂർവ്വപദമാണ് അതിൻ്റെ അവ്യയം എന്ന് പറയുന്നത്. അവ്യയം എന്ന് പറഞ്ഞാൽ മിക്കവാറും അവ്യയങ്ങളാണ്. അതായത് അവ്യയം എന്ന് പറയുന്നത് ക്രിയാവിശേഷണം എന്നും സംബന്ധബോധക്, വിസ്മയാദിബോധക്, സമുച്ചയബോധക് ഇങ്ങനെയുള്ള 4 വാക്കുകളാണ്. വികാർ എന്ന് പറയുന്നത് ചേഞ്ച് ഇല്ലാത്ത വാക്കുകളാണ് അവ്യയ ശബ്ദം എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യ ശബ്ദം എന്ന് പറയുന്നത് അവ്യയങ്ങളാണ്. ഒരു വേർഡിൻ്റെ ആദ്യ ശബ്ദം അവ്യയങ്ങളാണ്. അതിൻ്റെ പൂർവ്വപദത്തിനാണ് പ്രാധാന്യം. അതായത് ഈ അവ്യയങ്ങൾക്ക് പൂർവ്വപദത്തിനാണ് പ്രാധാന്യമുള്ളത്. ഉദാഹരണം, പ്രതിദിൻ ശബ്ദമേ പ്രതി പൂർവ്വപദ ഹെ ഔർ ദിൻ ഉത്തർപദ ഹെ. അതായത് എക്സാമ്പിൾ, പ്രതിദിൻ എന്ന് പറയുന്ന ശബ്ദം അതിലെ പ്രതി എന്ന് പറയുന്നത് പൂർവ്വപദം. ഈ പൂർവ്വപദത്തിലാണ് അവ്യയഭാവന് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഔർ ദിൻ എന്ന് പറയുന്നത് ഉത്തരപദമാണ്. അപ്പോൾ ഈ പ്രതി ഹം അവ്യയ ശബ്ദം, ഇവിടെ പ്രതി എന്ന് പറയുന്നത് അവ്യയ ശബ്ദമാണ്, ചേഞ്ച് ഇല്ലാത്ത വേർഡാണ്. അപ്പോൾ ഈ പ്രതി ശബ്ദ ജോഡിനെ സെ, ആ പ്രതി എന്ന ശബ്ദത്തിനോട് ജോഡി ചോറ് കൂട്ടിച്ചേരുമ്പോൾ ദിൻ ശബ്ദക്ക് അർത്ഥം, അതായത് പ്രതി എന്നും ദിനും കൂടി ആഡ് ചെയ്യുമ്പോൾ ആ പ്രതിദിൻ എന്ന അർത്ഥത്തിന് വ്യത്യാസമുണ്ടാകുന്നു. ഭിന്നത ആത്തി ഹെ യാ പരിവർത്തന ആത്തി ഹെ. അതിൽ മാറ്റമുണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവ്യയഭാവ സമാസിന് കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത് പൂർവ്വപദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ പൂർവ്വപദം ഉത്തരപദത്തോട് കൂടിയിട്ട് ചേരുമ്പോൾ സമയത്ത് ആ പദത്തിന് അർത്ഥത്തിന് വ്യത്യാസമുണ്ടാകുന്നതിനെയാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത്. ആ സമാസിൻ്റെ വേറെ പുതിയ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഈ സമാസിന് അവ്യയഭാവ സമാസിന് 4 പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. സമസ്തപദ്, പൂർവ്വപദ്, ഉത്തരപദ്, സമാസ വിഗ്രഹം. അതിൽ യഥാശക്തി എന്ന സമസ്ത പദത്തിന് അതിൻ്റെ പൂർവ്വപദം എന്ന് പറയുന്നത് യഥാ എന്നും ഉത്തരപദം എന്ന് പറയുന്നത് ശക്തിയാണ്. അപ്പോൾ അതിന് സമാസ വിഗ്രഹം എന്നത് ശക്തിക്ക് അനുസാർ, അതായത് യഥാശക്തിൻ്റെ സമാസ വിഗ്രഹം എന്ന് ശക്തിക്കനുസരിച്ച് എന്നാണ്. പ്രതിദിൻ നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ പറഞ്ഞു പ്രതി പ്ലസ് ദിൻ, അതായത് പ്രതി എന്നും ദിന എന്ന ശബ്ദം ആഡ് ചെയ്യുമ്പോൾ സമയത്ത് സമസ്തപദ് പ്രതിദിൻ എന്നും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദിനം എന്നാണ് വരുന്നത്. ഭർപേഡ്, സമസ്തപദ് ഭർപേഡിൻ്റെ പൂർവ്വപദ് ബർ എന്നും ഉത്തരപദ് പേഡ് എന്നാണ്. പേഡ് ക മത്ലബ് സ്tomach, വയറ് നിറയ്ക്കുക. ആജീവൻ ക പൂർവ്വപദ ആ എന്നും ഉത്തരപദ് ജീവൻ എന്നും. ജീവൻ നിറയ്ക്കുക. അഞ്ചാനെ, അൻ പ്ലസ് ജാനെ, അൻ എന്ന് പറയുന്നത് പൂർവ്വപദം, ജാനെ എന്ന് പറയുന്നത് ഉത്തരപദം, അതിന് ബീനെ ജാനെ. സാദർ, പൂർവ്വപദം, ആദർ ഉത്തരപദം, ആദർക്ക് സാത്ത്, റെസ്പെക്റ്റോടു കൂടിയ. ഇതാണ് അവ്യയഭാവ സമാസത്തിൻ്റെ ഉദാഹരണം. ഇനി അതിൻ്റെ തേർഡ് പാർട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. താങ്ക് യു.